വേണ്ട. നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. എന്റെ ഇഷ്ടപ്രകാരം നടന്നാലേ നമ്മൾ ഈ സ്ക്രിപ്റ്റ് സിനിമ ആക്കുന്നുള്ളൂ. പെണ്ണേ, നീ എന്റെ ഭാര്യയാണല്ല, നീ എന്റെ ഭർത്താവ്. ആരീ സ്ക്രിപ്റ്റ് എഴുതിയത്? ഞാൻ അല്ല, നിങ്ങൾ പറഞ്ഞു തന്നു, ഞാൻ ഇരുന്ന് എഴുതി. എന്റെ അക്ഷരങ്ങളില്ലാത്തോണ്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതാത്തത്. അല്ലാതെ അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിയാഞ്ഞിട്ടല്ല. എലിന്ന് എഴുതാൻ പറഞ്ഞ പുലിന്ന് എഴുതിയിട്ട് തൊലിന്ന് വായിക്കുന്ന ആളാണ്. എടി, എത്ര പൈസ പഠിച്ചത് ഈ രാമോജിയിൽ വന്നത്? എവിടെ നിന്റെ ഷിൻഡോൻ ചാക്കോ? നിന്റെ ഒരു ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഷിൻഡോൻ ചാക്കോനെ തന്നെ വിളിക്കാന്ന് പറഞ്ഞത്. ഞാൻ നിവിൻപോളിനെ വിളിക്കാന്ന് പറഞ്ഞ, വേണ്ടാന്ന് പറഞ്ഞ്. ആസിഫ് അലിനെ വിളിക്കാന്ന് പറഞ്ഞ, നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഫാസ്റ്റിനെ വിളിക്കാന്ന് പറഞ്ഞ, ശരിയാവൂല എന്ന് പറഞ്ഞു. ഇതൊന്നും വേണ്ടെങ്കിൽ ഞാൻ തന്നെ അഭിനയിക്കാന്ന് പറഞ്ഞ, അതൊട്ടുമേ വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഷിൻടോം ചാക്കോ മതി എന്ന് പറഞ്ഞത്. എന്നിട്ട് എവിടെ നിന്റെ ഷിൻഡോൻ ചാക്കോ 1 മണിക്ക് വരാന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ സമയം 2 മണിയായി. അയാളോട് ഇങ്ങോട്ട് തന്നെ വരാനല്ലേ പറഞ്ഞത് നിങ്ങൾ? ആ തന്നെ. സാറേ, സാർ ഇതെന്താണ് സാർ ഇത്? ഇതെന്താ വാച്ച്? സാർ 1 മണിക്കാണോ വരാന്ന് പറഞ്ഞത്? അതെ. ഇപ്പൊ സമയം 2 മണിയായി. 2 ഒന്ന് കുറച്ചേ. കുറച്ച്. എത്രയാ? 1. ഞാൻ കറന്ന സമയത്തല്ലേ? ആണോ? ആണോട്ടോ? വാടിച്ചോ. സാറേ, നമ്മുടെ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ നിങ്ങളുടെ സിനിമയ്ക്ക് കൊമ്പുണ്ടോ? അല്ലല്ല, നമ്മുടെ സിനിമ എന്ന് പറയുന്നത് ഒരു നാടൻ കഥയാണ്. അതുകൊണ്ട് തന്നെ നാടൻ പാട്ടുകളും ഉണ്ട്. ഓ, പാടൂ ഏട്ടാ. വേറൊരു പ്രത്യേകത ഉണ്ട്, അത് പറഞ്ഞു കൊടുക്ക്. ആ പ്രത്യേകത എന്താന്ന് വെച്ചാലേ, ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ എന്റെ ഭാര്യ അത് അഭിനയിച്ച് കാണിക്കും. ആണോ? വേറെന്തൊക്കെ പ്രത്യേകതയും കൂടെ ഉണ്ട്? വേറെ പ്രത്യേകത എന്ന് പറയുന്നത്, പറയൂ സാറേ. സാറേ, അപ്പൊ പ്രത്യേകത എന്ന് പറയുന്നത്, പറയൂ. അപ്പൊ ഞങ്ങളാണ് ഈ സിനിമയിലെ കഥ, തിരക്കഥ, സംവിധാനം എല്ലാം ഞങ്ങളാണ് സാർ. എല്ലാം നിങ്ങളാണോ? ഞങ്ങളാണ്. എല്ലാം നിങ്ങളാണോ? നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് അഭിനയിച്ച പോരെ? ഞാൻ തന്നെ. അപ്പൊ ശരി. ഒരാളുടെ സമ്മതം ഇല്ലാതെ അയാളെ തൊടാൻ പാടില്ല. ദിസ് ഇസ് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് അല്ലേടോ? പ്രധാന ഇവിടെ എന്തിനാ വന്ന? കഥ പറയാനല്ലേ? കഥ പറയടോ. ഇതെടുത്ത് മാറ്റി വെക്ക്. കഥ പറ. അപ്പൊ നമ്മുടെ കഥ തുടങ്ങുന്നതെന്ന് പറഞ്ഞ, 1 മിനിറ്റ് പറയൂ. അപ്പൊ നമ്മുടെ കഥ തുടങ്ങുന്നതെന്ന് പറഞ്ഞ, പറയൂ. അപ്പൊ നമ്മുടെ കഥ തുടങ്ങുന്നതെന്ന് പറഞ്ഞ, പറയടോ. പാടം 1 ഞാൻ എന്താ പഠിക്കാൻ പോകുന്നു? സീൻ 1 പാടം. പറയൂ. അതായത് നല്ല പച്ചപ്പ് വിരിച്ച പച്ചപ്പ് രമണീയമായ പാടം. ടും 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 എന്തുവാ ഇത്? ടും ടും ടും. ആണോ? സാറേ, എന്റെ വൈഫാണ് ഈ സിനിമയിൽ ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ആണോ? ബാക്കി കഥ പറയണോ? അപ്പൊ ബാക്കി കഥ എന്ന് പറയുന്നത്, അപ്പൊ ആ പാടവരമ്പത്തിലൂടെ ഒരു നായിക ദൂരത്ത് നിന്ന് പട്ടുപാവടയും ബ്ലൗസ് ഇട്ട് നടന്ന് വരികയാണ്. അതെന്താ പാടത്തൂടെ പട്ടുപാവടയും ബ്ലൗസ് ഇട്ട് നടക്കാൻ പാടത്തുള്ളൂ? എന്താ ജീൻസും മാറ്റി വിട്ടാ എന്താ കുഴപ്പം? കുട്ടിക്ക് വല്ല കുഴപ്പമുണ്ടോ? ജീൻസും മാറ്റി വിട്ടാ മതി. പിന്നെ വേറൊരു കാര്യം, പടം വേണ്ട, പാർക്ക് മതി. എന്നാലേ ഞാൻ അഭിനയിക്കൂ. ശരി, പാർക്കെങ്കിൽ പാർക്ക്. അപ്പൊ ആ പാർക്കിലൂടെ നായകനും നായികയും കൂടി ചേർന്നിരിക്കുന്നു. അപ്പോ നായിക ഐസ്ക്രീം നുണയുമ്പോൾ അത് നോക്കി നുണയിറക്കുന്ന നായകൻ. അപ്പൊ അവിടേക്ക് ഒരു അപരിചിതൻ കടന്നു വരികയാണ്. അപരിചിതൻ എന്താണോ സ്ഥാനം തരാൻ? അപരിചിതനാണെന്ന് പറഞ്ഞിട്ട് 2 ദമ്പതിമാര് കവിതാക്കൾ ഒരുമിച്ചിരിക്കുന്നതാ കണ്ടിട്ടില്ലേ? 2 പേരും ഒരുമിച്ചിരിക്കുമ്പോ കയറി വരാമോ? ശല്യപ്പെടുത്താവോ? ഡയറക്ടറായ തേങ്ങ എനിക്കെന്താ? തന്നേല് ഫോണുണ്ടോ? എടുക്ക്. അതെന്താ സ്റ്റൈലാ? അയ്യോ, എന്റെ ഫോണ്. പാടുണ്ടോ ചോദിച്ചാ പാടുണ്ടോ പറയണം. അല്ല, പാടില്ല സാർ. ഈ സിനിമ അല്ല എടുക്കുന്നത്. ആണോ? ഇപ്പൊ ഒരു പാട്ട് സീനാണ് എടുക്കുന്നത് സാർ. അപ്പോ ആ പാട്ട് സീൻ എന്താന്ന് പറഞ്ഞാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു നാടൻ പാട്ടൊക്കെ ഉള്ളതാണെന്ന്. പറയൂ. അപ്പൊ നാടൻ പാട്ടാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന സീന്. അടിപൊളി. ആദ്യ പറഞ്ഞ മുത്തമ്മമാരെ കുലോ പിറന്ന മുറ്റിമാരെ, ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ, ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ. ആടാട് ആടാട്
താളത്തിൻ ചേലിനാലെ ആ, നിർത്തണം. ഇതാണോ താൻ പറഞ്ഞ അടിപൊളി സ്റ്റെപ്പ്? ഇതൊന്നും സ്റ്റെപ്പാണോ? ഇങ്ങനെ ഒന്നല്ല സ്റ്റെപ്പ് കളിക്കണ്ടേ. ഞാൻ ഈ സിനിമയിൽ ആരാ? നായകൻ. അപ്പൊ ഞാൻ പറയുന്ന സ്റ്റെപ്പല്ലേ കളിക്കണ്ടത്? പാട്, ഞാൻ കാണിച്ചുതരാം. കുട്ടി ബാക്കിലേക്കൂ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില് നല്ലമ്മേ. പോരെ, 5 മിനിറ്റ് ഒരൊറ്റ സ്റ്റെപ്പ് മതി. ഓക്കേ? സ്റ്റെപ്പോ? ആ, എന്താ പോരെ? സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പൊ സ്ഥാനം ഇങ്ങോട്ട് വരും. എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ? എവിടെയാണ്? എവിടെയടി? വാളയാ. വാളയാറാണ് ആദ്യത്തെ ലൊക്കേഷൻ. വളയാറോ? വളയാർ അത്ര ഒരു നല്ല സ്ഥലമല്ല. വളയാർ ലൊക്കേഷന് പറ്റിയ സ്ഥലമല്ല. കുറച്ചും കൂടെ ഇങ്ങോട്ട് വരൂ. പാലക്കാട്. കുറച്ചും കൂടെ ഇങ്ങോട്ട് വരൂ. തൃശ്ശൂര്. കുറച്ചും കൂടെ വരൂ. എറണാകുളം. ആ, എറണാകുളം മതി. എറണാകുളം ആവുമ്പോ എനിക്ക് പോവാനും വരാനും എളുപ്പം. എറണാകുളം മതി. ഓക്കെ, എറണാകുളം ഫിക്സ്. എന്താ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന? ബാക്കി കഥ പറയണോ? ബാക്കി കഥ എന്ന് പറയുന്നത് എന്റെ ബാക്കി കഥ എന്ന് പറയുന്നത് പറ. നായകൻ നായികയുടെ സ്കൂളിലെ കലോത്സവത്തിന് നായികയുടെ ഏകാഭിനയം കാണാൻ വേണ്ടി വരുന്നതാണ് രംഗം. ഓ, ഈ സീനുണ്ടല്ലോ ഓസ്കാർ വരെ കിട്ടുമെന്ന്. ഓസ്കാറോ? അപ്പൊ കാണിച്ചു തരാം. ചില്ലുമേ കയ്യിലിരുന്നെന്നെ കള്ളറിയാൻ നിർത്തണോ? ഇതാണോ താൻ പറഞ്ഞ ഓസ്കാർ കിട്ടുന്ന പെർഫോമൻസ്? എന്ത് പെർഫോമൻസ് ആണോ ഇത്? കണ്ടിട്ട് ഒരു പ്രോത്സാഹന സമ്മാനം കൂടെ കൊടുക്കില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം ഓസ്കാർ കിട്ടുന്ന പെർഫോമൻസ്. പാടോ. പാമ്പുകൾക്ക് ആഴമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എടി 50 ലക്ഷം ശമ്പളം വാങ്ങി നാളെ ഒന്ന് കളിക്കുന്നത്. എന്താടോ എന്റെ പാമ്പ് ഇഷ്ടമില്ലേ? ഇതെന്താ സാർ കാണിക്കുന്നത്? ആർക്കും ആളുണ്ടെന്നാ പറഞ്ഞേ? പാമ്പ്. പാമ്പാ? ഓക്കെ, അത് വന്നപ്പോഴും മനസ്സിലായി പാമ്പാണ്. അയ്യോ പോണു. ഇങ്ങനെ ഒന്ന് വിളിക്കണ്ടായിരുന്നു. അഥവാ ഇങ്ങനെ വെച്ച സിനിമ എടുത്താൽ തന്നെ ഞാനും ഇതേപോലെ കടന്ന് കഴിയേണ്ടി വരും. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ തപ്പിയാലും കുഴപ്പമൊന്നുമില്ല. ഏട്ടാ, ഏട്ടാ, ആ പാമ്പ് പോയാ? ആ പാമ്പ് എഴഞ്ഞൊരു പൊത്തിനകത്ത് കയറി. എന്നിട്ട് നീ എന്ത് ചെയ്ത്? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? തിരിച്ചിറങ്ങി വരാതിരിക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഒരു കല്ല് വെച്ചാ പൊത്തം കടച്ച്. ഇപ്പൊ പുള്ളിക്കാരന്റെ ശല്യം ഒന്നും ഉണ്ടാവത്തില്ല. ഇനിയിപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ വല്ല കുഞ്ചാക്കോ ബോബനെ പൃഥ്വിരാജിനെ വല്ലതും വെച്ച് നമുക്ക് ഈ സിനിമയും കാട്ടിച്ച് പൊളിക്കാം. തന്നെ? അപ്പൊ ആക്ഷൻ!